മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് അമൃത നായർ. ജനപ്രിയ പരമ്പരയായിരുന്ന കുടുംബവിളിക്കിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരം പിന്നീട് നിരവധി ഷോകളിലും മിനി സ്ക്രീനിലെ മറ്റു പരമ്പരകളിലും വെബ് സീരീസിലുമെല്ലാം അഭിനയിച്ച് ആരാധകരെ സമ്പാദിക്കുകയായിരുന്നു. മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായി സജീവമാണ്. 25-കാരിയായ താരം ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് സീരിയൽ മേഖലയിലേക്ക് കടന്നു വന്നത്. അച്ഛൻ ഉപേക്ഷിച്ചുപോയ കുടുംബത്തിന് താങ്ങും തണലും ഇപ്പോൾ അമൃതയാണ്. അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് അമൃതയുടെ കുടുംബം. ഇപ്പോഴത്തെ തന്റെ കുടുംബം കടന്നു വന്ന വഴികളെക്കുറിച്ചും സുഹൃത്തുക്കളിൽ നിന്നുമുണ്ടായ ദുരനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് അമൃത നായർ. അഭിനയത്തിലേക്ക് വന്ന ശേഷം ഭംഗിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് 2 ചാൻസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ഫാമിലിയെ ഇപ്പോൾ ഞാനാണ് സംരക്ഷിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അവരെ നന്നായി നോക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഞാൻ എന്റേതായ ചില വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അമ്മയോട് ഞാനത് പറയാറില്ല. കാരണം പറഞ്ഞാൽ അമ്മ അത് കേട്ട് എന്നേക്കാൾ കൂടുതൽ കരയും. സിംഗിൾ പാരന്റായി ജീവിച്ച് വിഷമതകൾ അനുഭവിച്ച് ഇതിനോടകം ഒരുപാട് കരഞ്ഞിട്ടുള്ളയാളാണ് എന്റെ അമ്മ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് 2 മക്കളെയും കൊണ്ട് സമൂഹത്തിൽ നന്നായി ജീവിച്ചാൽ മറ്റുള്ളവർ ആ സ്ത്രീയെ ഏറ്റവും മോശക്കാരി എന്ന രീതിയിലാണ് സംസാരിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും വരെ ആ സ്ത്രീയെ നെഗറ്റീവായി ചിത്രീകരിക്കും. ആ സ്ത്രീ എത്രത്തോളം കഷ്ടപ്പെടുന്നുവെന്നതിനെ കുറിച്ച് ആരും നല്ലത് പറയില്ല. തുണി തയ്ച്ചു കിട്ടിയ പണം കൊണ്ടാണ് എന്റെ അമ്മ എന്നെയും അനിയനെയും പഠിപ്പിച്ചതും വളർത്തിയതും. ഞാൻ 5 വർഷം മുമ്പാണ് ഫാമിലി നോക്കി തുടങ്ങിയത്. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ സമൂഹത്തിലെ കുറെ ആളുകൾ അവരെ മാനസികമായി തളർത്തും. അന്നും ഇന്നും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ് താമസം. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ ഒരമ്മ 2 പെൺകുഞ്ഞുങ്ങൾക്കൊപ്പം ആത്മഹത്യ ചെയ്തില്ലേ? ഇതുപോലെ എന്റെ അമ്മയും ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ആ മരണ വാർത്ത കേട്ടപ്പോൾ ഞാനും ആദ്യം ആലോചിച്ചത് ഞങ്ങളുടെ കാര്യമാണ്. ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. ആരും സഹായിക്കാനില്ലായിരുന്നു. എനിക്ക് പറ്റുന്നില്ല, നമുക്ക് ആരുമില്ല, ഇനി മുന്നോട്ട് നമ്മൾ ജീവിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു. അടുത്തൊരു റെയിൽവേ പാളം ഉണ്ടായിരുന്നു. അമ്മ എവിടെ പോയാലും ഞാൻ കൂടെ വരുമെന്ന് അനിയൻ പറഞ്ഞു. എനിക്ക് മരണം പേടിയായിരുന്നു. എന്നെ അമ്മൂമ്മയുടെ അടുത്താക്കിയിട്ട് നിങ്ങൾ എവിടെ വേണേലും പൊക്കോളുവാനാണ് ഞാൻ പറഞ്ഞത്. ഒരു പെണ്ണ് ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മുമ്പിൽ വേറൊരു ഓപ്ഷനും ഇല്ലെന്നതാണ്. അത്രത്തോളം അവസ്ഥ വഷളായവർ മാത്രമേ ആത്മഹത്യ ചെയ്യൂ. അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ ഇന്ന് ഞങ്ങൾ അന്തസ്സായി ജീവിക്കുന്നു. അമ്മയാണ് എന്റെ ഏറ്റവും വലിയ ബലം. അച്ഛനെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഹീറോ അച്ഛനായിരിക്കുമെന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷെ എന്റെ രാജ്ഞി അമ്മയാണ്, അമൃത നായർ പറയുകയുണ്ടായി. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.